ഹായ്, ഹലോ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇന്ന് ഒരു ലൈവ് വരാമെന്ന് ഉദ്ദേശിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഇപ്പോൾ വളരെ വിവാദമായ ഒരു കത്രിക വിഷയത്തിൽ സംസാരിക്കാൻ വേണ്ടിയാണ്. കത്രിക വിഷയത്തെക്കുറിച്ച് സംസാരിക്കാനല്ല, കത്രിക ഓൾറെഡി അതൊരു രോഗിയുടെ വയറ്റിൽ ഉണ്ടായ സാധനം, വെച്ച് മറന്ന സാധനം. അതിനെക്കുറിച്ച് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല, കാരണം അത് ഓൾറെഡി ഇനി അത് എടുക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുക എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ അതിനകത്ത് ഇനി ഒന്നും ചെയ്യാനൊന്നുമില്ല. പക്ഷേ ഈ ആരോഗ്യ രംഗവുമായി ബന്ധപ്പെട്ട്, ഈ പ്രശ്നവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ഡോക്ടർമാരടക്കം, ഈ ഡോക്ടേഴ്സ് അല്ലെങ്കിൽ മെഡിക്കൽ ഫീൽഡിലുള്ളവരുടെ അസോസിയേഷൻ അടക്കം, ആരോഗ്യമന്ത്രി അടക്കം, പിന്നെ ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് ഭരണത്തിന്റെ കീഴിൽ ആരോഗ്യവകുപ്പ് ഭയങ്കര മെച്ചപ്പെട്ടതാണ് എന്ന് പറയുന്ന ആൾക്കാരുടെ ഒക്കെ മൊത്തം ഒരു ആകെ തുകയായിട്ടാണ് ഞാൻ ഈ ലൈവിൽ പറയാൻ പോകുന്നത്. കാരണം നമ്മളിപ്പോ കേട്ടുകൊണ്ടിരിക്കുന്ന, കുറേ നാളുകളായി കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് ഈ പറയുന്ന ആരോഗ്യ രംഗം വളരെ വികസിച്ചു, ആരോഗ്യ രംഗം വളരെ പെർഫെക്റ്റ് ആണ്, ആരോഗ്യ രംഗം വലിയ രാഷ്ട്രമായ അമേരിക്കയിലേക്കാട്ടിലും പെർഫെക്റ്റ് ആണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഘോരഘോരം പ്രസംഗിക്കുന്ന നമ്മളുടെ സ്വന്തം മുഖ്യമന്ത്രിയും പിന്നെ നമ്മുടെ ആരോഗ്യമന്ത്രി ഇത് മാത്രമല്ല കേട്ടോ, കഴിഞ്ഞ പ്രാവശ്യത്തെ ആരോഗ്യമന്ത്രി അടക്കം വളരെ കാര്യമായിട്ട് പറഞ്ഞതാണ് നമ്മുടെ ആരോഗ്യരംഗം വളരെ സൂപ്പറാണ്, അടിപൊളിയാണ്, കോപ്പാണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അത് വേറെ കേസ്. അതിനൊരു ഉദാഹരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളുടെ പാവപ്പെട്ട ജനങ്ങൾ, ഈ പറയുന്ന പാവപ്പെട്ട ജനങ്ങൾ ആശ്രയിക്കുന്ന ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിൽ നമ്മൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇത്രയും അഡ്വാൻസ്ഡായ ടെക്നോളജീസും കാര്യങ്ങളും ഉണ്ടായിട്ടും ഇന്നും നമുക്ക് OP ടിക്കറ്റ് കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? വെളുപ്പിനെ 5 മണി 5:30 തുടങ്ങിയിട്ട് ക്യൂ നിന്ന് എടുത്താൽ മാത്രമേ നമുക്ക് ഒരു OP ടിക്കറ്റ് കിട്ടത്തുള്ളൂ. ഇനി അതിനകത്തുള്ള അടുത്ത കാര്യം, ഈ OP ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പിറ്റേ ദിവസം നമ്മൾ ചെല്ലുന്നതിന് മുമ്പ് തലേ ദിവസം വിളിച്ചു ചോദിക്കണം, ഡോക്ടർ ഉണ്ടോ, ഡോക്ടർ വരുമോ, അല്ലെങ്കിൽ ഈ പറയുന്ന നമുക്ക് കാണേണ്ട ആ ഒരു പർട്ടിക്കുലർ വിഷയത്തിലുള്ള ഡോക്ടർ അന്ന് വരുമോ ഇല്ലയോ എന്ന് അയാളുടെ ദയ, അല്ലെങ്കിൽ ആ ഡോക്ടർ ലേഡി ഡോക്ടർ ആണെങ്കിൽ ലേഡി ഡോക്ടറുടെ ദയ, അവർക്ക് അസൗകര്യമൊന്നും ഇല്ലെങ്കിൽ അവർ വരുന്നുണ്ടെങ്കിൽ വിളിച്ച് തലേദിവസം ചോദിച്ച ശേഷം മാത്രമാണ് നമുക്ക് അടുത്ത ദിവസം OP ടിക്കറ്റ് എടുത്ത് നമുക്ക് ആ ഡോക്ടറെ കാണാൻ പറ്റുക. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഡോക്ടർമാർ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിൽ ഏറ്റവും വലിയ പോരായ്മ എന്ന് പറയുന്നത് ആവശ്യത്തിന് ഡോക്ടർമാരില്ല. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഡോക്ടർമാർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ വിഭാഗത്തിലുള്ള ഡോക്ടർമാരും എല്ലാ ദിവസവും ഹാജരാകണം, അല്ലെങ്കിൽ എല്ലാ ദിവസവും ജോലിക്ക് വരണമെന്നാണ്. പക്ഷേ നമ്മളിങ്ങനെ എല്ലാ ദിവസവും വൈകുന്നേരം വിളിച്ചിട്ട് നാളെ ആ ഡോക്ടറുണ്ടോ ഈ ഡോക്ടറുണ്ടോ എന്ന് ചോദിക്കുന്നതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാ ഡോക്ടേഴ്സും എല്ലാ ദിവസങ്ങളിലും വരുന്നില്ല. അപ്പോൾ ഈ പറയുന്ന 30 ദിവസം അല്ലെങ്കിൽ 31 ദിവസം ഉണ്ടെങ്കിൽ അതിനകത്ത് എത്ര ദിവസമാണ് ഈ ഡോക്ടേഴ്സ് വരുന്നത്? അപ്പം അവർക്ക് ഫുൾ മന്ത് സാലറി കിട്ടുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ പറയുന്ന ഡോക്ടേഴ്സിൻ്റെ സേവനം ഉച്ചവരെയുള്ളൂ. OP സേവനം എന്ന് പറയുന്നത് ഉച്ചവരെയുള്ളൂ. ബാക്കി സമയങ്ങളിലൊന്നും ഡോക്ടേഴ്സിനെ കാണാൻ നമുക്ക് പറ്റത്തില്ല. എന്തുകൊണ്ട് ഇത്രയും വലിയ ആരോഗ്യവകുപ്പും വലിയ ആരോഗ്യരംഗം വികസിച്ച് സംഭവമാണെന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണ് ഡോക്ടേഴ്സ് 24 മണിക്കൂറും ഹോസ്പിറ്റലുകളിൽ അവൈലബിൾ അല്ലാത്തത്? ഇത്രയും വലിയ ശമ്പളം കൊടുത്ത് ഡോക്ടേഴ്സിനെ നിർത്തിയിട്ട് പിന്നെ നമുക്ക് 12 മണിക്ക് അല്ലെങ്കിൽ 1 മണി ഒരു 2 മണി മാക്സിമം പോയി കഴിഞ്ഞാൽ, അത് കഴിഞ്ഞാൽ നമുക്ക് കാണേണ്ടത് കാഷ്വാലിറ്റി പോയാലേ ഡോക്ടർ കാണുള്ളൂ.
എൻ്റെ ഏറ്റവും വലിയ അനുഭവം ഞാൻ പറഞ്ഞുതരാം. ഒരു എമർജൻസി സിറ്റുവേഷനിൽ നല്ല വേദന എടുത്ത് ചെന്നിട്ട് കാഷ്വാലിറ്റി കാണിച്ചിട്ട് അവരെന്തൊക്കെയോ ഒരു 2 മരുന്ന് തന്നു. ആ മരുന്ന് കഴിച്ചിട്ടും വേദനയ്ക്ക് ഒരു കുറവില്ല. കാരണം നേരം വെളുക്കുന്നവരെ കാത്തിരിക്കേണ്ടി വന്നു. എന്നിട്ട് പറയുന്നു ആരോഗ്യരംഗം മികച്ചതാണെന്ന് പറഞ്ഞ് കമ്മ്യൂണിസ്റ്റുകാരുടെ എല്ലാ അനുഭാവികളും ഭയങ്കര കാര്യമായിട്ട്, അതായത് ഈ റീസെൻ്റായിട്ട് നടന്നിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും, ഒരാൾ മരിക്കാൻ വേണ്ടിയിട്ടുള്ള ആസന്ന നിലയിലായിട്ട് അയാളും അയാളുടെ ഭാര്യയും വന്ന് ഒരു ഹോസ്പിറ്റലിൽ വന്ന് നിലമുറയിട്ട് എന്നെ രക്ഷിക്കുമെന്ന് പറഞ്ഞിട്ടും ആ ഗേറ്റ് പോലും തുറക്കാൻ, ആ വാതിൽ തുറക്കാൻ എത്ര സമയമെടുത്തു. അവരെപ്പോഴാണ് വന്നത്? ആ മനുഷ്യനെ സമയത്ത് വന്ന് രക്ഷിച്ചിരുന്നെങ്കിൽ ആ ജീവൻ ഇപ്പോഴും ഉണ്ടായേനെ. ഒരു പെങ്കൊച്ചിൻ്റെ കൈ മുറിച്ചു കളയേണ്ട ആവശ്യമില്ലാത്തടത്ത് മുറിച്ചു കളഞ്ഞു. അങ്ങനെ എന്തോരം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ഒരു 5 വർഷം അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞ ഒരു 3 വർഷം എടുത്താൽ പോലും എന്തോരം ആരോഗ്യരംഗത്ത് എന്തോരം ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ട്. ആരോഗ്യരംഗത്തെ ചീത്തപ്പേരുണ്ടാക്കുന്ന കുറേ ഇൻസിഡൻസ് റിപ്പോർട്ടഡും അൺറിപ്പോർട്ടഡും, റിപ്പോർട്ടഡ് ചെയ്യാത്ത സാധനങ്ങളും ഉണ്ട്. വേറൊരു കാര്യം ഞാൻ പറയാം. കേരള ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള ഈ ഗവൺമെൻറ് ഹോസ്പിറ്റൽ, ഞാനത് കമ്മ്യൂണിസ്റ്റുകാരെ കുറ്റം പറയാനല്ല, കോൺഗ്രസിൻ്റെ കാലത്തും അത് തന്നെയായിരുന്നു. പല ചെറിയ ഹോസ്പിറ്റലുകൾ, നമ്മൾ ചെറിയ പാവപ്പെട്ടവർ പോകുന്നത് നിയറസ്റ്റ് ആയിട്ടുള്ള ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ തന്നെയാണ്, അത് സംശയമൊന്നുമില്ല. പക്ഷേ ഒരു ഉദാഹരണം പറയാം. മാലിപ്പുറം വൈപ്പിനിൽ മാലിപ്പുറം എന്ന് പറയുന്ന ഒരു ആരോഗ്യ കേന്ദ്രമുണ്ട്. അവിടെ ഡോക്ടേഴ്സ് ഇല്ല. പണ്ട് നേരത്തെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 2 ഡോക്ടേഴ്സെങ്കിലും അവിടെ തൊട്ടടുത്ത് തന്നെ അവർ താമസിച്ച് 2 ഡോക്ടേഴ്സിൻ്റെ സേവനം ഉണ്ടായിരുന്നു. ഇപ്പോൾ ആ ഡോക്ടേഴ്സിൻ്റെ സേവനം പോലും ഇല്ല. ഫുൾ ഫ്ലെഡ്ജ്ഡായിട്ട് വർക്ക് ചെയ്യുന്നില്ല. രോഗികൾക്ക് സമയത്ത് ഡോക്ടേഴ്സിനെ കിട്ടുന്നില്ല, ചികിത്സ കിട്ടുന്നില്ല. പിന്നെ എന്ത് വികസനം അല്ലെങ്കിൽ എന്ത് ഇതെന്നാണ് നിങ്ങൾ പറയുന്നത്? രണ്ടാമത്തെ കാര്യം, ഒരു OP ടിക്കറ്റ് എടുക്കാൻ ചെന്ന് കഴിഞ്ഞാൽ നമുക്കറിയാം ഈ പറയുന്ന ഓൺലൈൻ സംവിധാനത്തിൽ കൂടി OP ടിക്കറ്റ് എടുക്കാൻ പറ്റും എന്നുള്ള ഒരു സംവിധാനം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ട് കുറച്ച് ദിവസമൊന്നുമല്ല കുറച്ച് നാളായി. അത് എത്ര ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നടക്കുന്നുണ്ട്? എൻ്റെ അറിവിൽ 1-2 ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ മാത്രം ആ രീതിയിൽ ചീട്ട് എടുക്കാൻ, OP ടിക്കറ്റ് എടുക്കാൻ പറ്റുള്ളൂ. ബാക്കി ഒരു സംവിധാനത്തിലൂടെയും ഒരു ഹോസ്പിറ്റലുകളിലും ആ സംവിധാനം നിലവിലില്ല. OP ടിക്കറ്റ് എടുക്കാൻ വേണ്ടി ചെന്ന് കഴിഞ്ഞാൽ ക്യൂ നിൽക്കണം. ഈ ക്യൂ നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര നേരം നിന്നാലാണ് അവർ വന്ന്, ഇപ്പോൾ 7 മണി അല്ലെങ്കിൽ 8 മണി, നേരത്തേക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 8 മണിക്കൊക്കെയാണ് ഇത് കൊടുക്കുന്നത്. ഇപ്പോൾ 7 മണിക്ക് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇവർ വലിയ വികസനം പറയുന്നുണ്ടല്ലോ, വലിയ ഗവൺമെൻറ് ആരോഗ്യരംഗം ഭയങ്കരമാണെന്ന് പറയുന്നുണ്ടല്ലോ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയത്തില്ല. നിങ്ങൾ ഒരു രോഗിയായിട്ട് പോയി കഴിഞ്ഞാൽ, അത് ആര് പോയാലും, ഒരു 5 മരുന്നുകളുടെ പേര് എഴുതി കഴിഞ്ഞാൽ അതിൽ ഏറ്റവും കുറഞ്ഞത് 2 എണ്ണം പോട്ടെ, ഏറ്റവും കുറഞ്ഞ 1 എണ്ണം, ഒരു മരുന്നോ അല്ലെങ്കിൽ ഒരു സിറപ്പോ പുറത്തേക്ക് എഴുതാതെ ഒരു ഡോക്ടർമാരും ഇല്ല. ഈ പറയുന്ന മരുന്നും ഈ പറയുന്ന സിറപ്പും മെഡിക്കൽ സ്റ്റോറിൽ അല്ലെങ്കിൽ പുറത്തെ മെഡിക്കൽ ഷോപ്പിൽ കിട്ടുമെങ്കിൽ അത് ഗവൺമെൻറ് ഹോസ്പിറ്റലിലും കിട്ടേണ്ടതാണ്. പിന്നെ എന്തുകൊണ്ടാണ് ഈ പറയുന്ന മരുന്നുകൾ, ആവശ്യത്തിനുള്ള മരുന്നുകൾ അവിടെ ലഭ്യമല്ലാത്തത്? പണ്ട് ഏതോ ഒരു ഇതിനകത്ത് ആരോഗ്യമന്ത്രി ഭയങ്കര കാര്യമായിട്ട് പ്രസംഗിക്കുന്നുണ്ടായിരുന്നു, എല്ലാ മരുന്നുകളും അവൈലബിൾ ആണ് ഗവൺമെൻറ് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞിട്ട്. എന്ത് അവൈലബിൾ എന്നാണ് പറയുന്നത്? ഒരു 15 അല്ലെങ്കിൽ ഒരു 10 പേര് ഡോക്ടറെ കണ്ടു കഴിഞ്ഞാൽ അതിനകത്ത് 9 പേർക്കും ഒരു മരുന്നെങ്കിലും പുറത്തുനിന്ന് എഴുതും. ആ ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. ആകെ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതും എപ്പോഴും വെച്ചെന്നാലും കിട്ടുന്ന ഒരേ ഒരു സാധനമുള്ളൂ, പാരസെറ്റമോൾ. ആ പാരസെറ്റമോൾ പോലും ചിലപ്പോൾ പുറത്തുനിന്ന് എഴുതിയിട്ടുണ്ടാവും, പറയാൻ പറ്റത്തില്ല. പിന്നെ അടുത്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആരോഗ്യരംഗം അല്ലെങ്കിൽ ഹോസ്പിറ്റലുകളിലുള്ള സ്റ്റാഫിൻ്റെ രോഗികളോടുള്ള മനോഭാവം, അവരുടെ പെരുമാറ്റം, ഞാൻ എല്ലാവരെയും കുറ്റം പറയുന്നില്ല, നല്ല സ്വന്തം കുടുംബത്തിലെ അംഗത്തോട് പെരുമാറുന്ന നേഴ്സുമാരും ഓഫീസിലെ സ്റ്റാഫുകളും മെഡിക്കൽ ഫീൽഡിലുള്ള സ്റ്റാഫുകളും ഉണ്ട്. എന്നാൽ ചില ആൾക്കാർ ഭയങ്കര എന്താ പറയുക, അവരെന്തോ വലിയ സംഭവമാണെന്നുള്ള രീതിയിൽ കാണിക്കുന്ന ആൾക്കാരും ഉണ്ട്. അതതിൻ്റെ വേറൊരു വശം.
മെഡിക്കൽ നമ്മൾ ഒരു എന്താ പറയുക OP ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ അതിന് നമ്മൾ ചില്ലറ പൈസ നമ്മൾ കൊണ്ടുപോകണം. ഇൻ കേസ് ഏതെങ്കിലും ഒരു പാവപ്പെട്ട ഒരു അമ്മച്ചി വന്നിട്ട് അയ്യോ മോനെ ചില്ലറയില്ല, ഒരു 50 രൂപ കൊടുത്തിട്ട് പറയാണ് OP ടിക്കറ്റിൻ്റെ കാശ് എടുത്തു എന്ന് പറഞ്ഞാൽ 50 രൂപ കൊടുത്താൽ അമ്മച്ചി പോയി ചില്ലറ കൊണ്ടുപോകാന്ന് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അതായത് അവരുടെ കയ്യിൽ ചില്ലറ ഉണ്ടെങ്കിൽ അവർ കൊടുക്കൂല, പോയി ചില്ലറ മാറ്റിക്കൊണ്ട് വരണം. എന്തിനൊരു QR കോഡ് പോലും വെച്ചിട്ടില്ല അവിടെ. ഒരു ഇത്രയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജി ഉണ്ടായിരിക്കുന്ന കാലഘട്ടത്തിൽ ഒരു QR കോഡ് പോലും നമ്മൾ വെക്കാത്തൊരു സ്ഥലമാണ് ഈ ഹോസ്പിറ്റലുകൾ. പിന്നെ ശസ്ത്രക്രിയ നടത്തിയിട്ട് കത്രിക ബാക്കി കൊണ്ട് അവിടെ വെച്ചിട്ട് 5 വർഷം കഴിഞ്ഞ് കണ്ടെത്തി കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞെന്താ, അങ്ങനെ അവിടെ എത്ര കൊല്ലം ഇരുന്നാലും കുഴപ്പമില്ല, കത്രികയ്ക്ക് ഒരു കുഴപ്പമുണ്ടാവില്ല. അതോ മനുഷ്യർക്ക് കുഴപ്പമുണ്ടാവില്ലെന്നാണോ പറഞ്ഞതെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ എത്ര അലംഭാവത്തോടു കൂടിയാണ് അവർ സംസാരിച്ചത്. ആ സംസാരിച്ച രീതി കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും അവർക്ക് എത്രത്തോളം ഗവൺമെൻറ് സപ്പോർട്ട് ഉണ്ട്. അതായത് എന്ത് പ്രശ്നം വന്നാലും ഗവൺമെൻറ് സപ്പോർട്ട് ചെയ്യുമെന്നുള്ളത് അവർക്ക് 100% ഉറപ്പുണ്ട്. അതുകൊണ്ടാണ് അവർ എന്താ പറയുക ഈ ഒരു രീതിയിലേക്ക് ഒരു സ്റ്റേറ്റ്മെൻറ്റ് അവർ തന്നത്. ഇനിയിപ്പം നിങ്ങൾക്ക് ചിന്തിച്ച് നോക്കിയാൽ അറിയാം, നമ്മൾ നാഴികയ്ക്ക് 40 വട്ടം ഗവൺമെൻറ്റിൻ്റെ അതായത് ആരോഗ്യരംഗം, ഇവിടെ കേരളത്തിലെ ആരോഗ്യരംഗം മികച്ചതാണെന്ന് പറയുമ്പോഴും നമ്മുടെ മുഖ്യൻ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് അമേരിക്കയിലേക്ക് പോകുന്ന കാഴ്ച നിങ്ങൾക്ക് കാണാവുന്നതാണ്. പക്ഷേ ചിന്തിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ഇത്രയും മികച്ച ആരോഗ്യരംഗത്ത്, അത് പലരും ചോദിച്ച ചോദ്യമാണ്, മറുപടി രീതിയും തരാത്ത ചോദ്യമാണ്. അപ്പം അമേരിക്ക 150 പ്രാവശ്യം കുറ്റം പറയുകയും ചെയ്യും, അമേരിക്കയിൽ ചികിത്സയ്ക്ക് പോവുകയും ചെയ്യുന്നൊരു മുഖ്യനാണ് നമുക്കുള്ളത്. പിന്നെ അമേരിക്കയുടെ എന്താ പറയുക ചികിത്സയ്ക്ക് പോകുന്ന മുഖ്യന് എന്ത് രോഗമാണെന്ന് പോലും ആർക്കും അറിയാൻ പാടില്ല. അതാണ് ഏറ്റവും വലിയ കാര്യം. എന്ത് രോഗത്തിനാണ് ചികിത്സയ്ക്ക് പോകുന്നതെന്ന് പോലും നമുക്കറിയാൻ പാടില്ല. കാരണം നമ്മൾ ഈ പറയുന്ന നമ്മുടെ നികുതി പണവും നമ്മുടെ കാശും കൊണ്ടാണ് ഇവർ പോയി ചികിത്സ നടത്തുന്നത്. അല്ലാന്ന് പറയാൻ പറ്റില്ല. കാരണം ഇതെല്ലാം ഗവൺമെൻറ്റിൻ്റെ എക്സ്പെൻസിലാണ് എഴുതി ചേർക്കുന്നത്. ഇവർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും, മുഖ്യമന്ത്രി ആണെങ്കിലും മന്ത്രി ആണെങ്കിലും ഓക്കെ, നിങ്ങൾ എന്ത് പണ്ടാരെങ്കിലും കാണിച്ചോ കുഴപ്പമില്ല. പക്ഷേ ജനങ്ങൾക്ക് കിട്ടേണ്ട കാര്യങ്ങളായ ബേസിക് അടിസ്ഥാന വിദ്യാഭ്യാസ, അടിസ്ഥാന ആരോഗ്യ എന്താ പറയുക ചികിത്സകൾ, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അതെങ്കിലും മര്യാദക്ക് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ എന്ത് വികസനം എന്നാണ് പറയുന്നത്. എന്നിട്ട് ഒരുമാതിരി മറ്റേ ഒരു യാത്രയുണ്ട്, തെരഞ്ഞെടുപ്പിന് മുമ്പ് ഒരു യാത്ര തുടങ്ങും, വികസന യാത്ര. എന്ത് വികസന യാത്ര? വികസനങ്ങൾ ചെയ്തിട്ട് വികസന യാത്ര നടത്തണം. ചെയ്തില്ല എന്ന് പറയണില്ല, ചെയ്തിട്ടുണ്ട്. പക്ഷേ ചെയ്യാത്ത സാധനങ്ങൾ കൊട്ടിക്കോഴിച്ച് ഞങ്ങൾ മികച്ചതാണെന്ന് പറയുമ്പോൾ അത് നരഞ്ഞ് ദഹിച്ച് അകത്തേക്ക് ഇറങ്ങാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. ഞാൻ പറയുന്നു, കേരള ഗവൺമെൻറ്റിന് അത്രയ്ക്ക് നട്ടെല്ലുള്ളവരാണെങ്കിൽ എല്ലാ ഹോസ്പിറ്റലുകളിലും 24 മണിക്കൂറും ഡോക്ടേഴ്സിൻ്റെ സേവനം ഉണ്ടാക്കുന്ന രീതിയിലേക്ക് ഉണ്ടാക്കുക. പോട്ടെ, എല്ലാ ദിവസവും ഡോക്ടേഴ്സിൻ്റെ ENT, ഓർത്തോ, മറ്റേ എന്താ പറയുക, അങ്ങനെ ഓരോ വിഷയങ്ങളിൽ എന്താ പറയുക, ഐ ഡോക്ടർ, കണ്ണിൻ്റെ ഡോക്ടർ, ഇതെല്ലാം എല്ലാ ദിവസവും ഇല്ല. ഈ 31 ദിവസം അല്ലെങ്കിൽ 30 ദിവസം ഉണ്ടെങ്കിൽ ഇവരുടെ സേവനം കുറച്ച് ദിവസങ്ങളിൽ 7 ദിവസങ്ങളിൽ മാത്രമല്ല, ബാക്കി ദിവസങ്ങളിലേക്ക് ഇവരെവിടെ പോകുന്നു? രോഗികൾക്ക് ഇന്ന് ചികിത്സ വേണമെങ്കിൽ ഡോക്ടറെ കാണണമെന്നുണ്ടെങ്കിൽ ഡോക്ടർ ഉണ്ടോ എന്ന് നാളെ ഉണ്ടോ എന്ന് വിളിച്ച് ചോദിച്ചിട്ട് വേണം ചെല്ലാൻ. അതായത് ഡോക്ടറുടെ സേവനം എപ്പോഴും അവൈലബിൾ അല്ല. എന്നിട്ടാണ് പറയുന്നത്, എനിക്ക് ഏറ്റവും വലിയ കുരുപൊളിയാണ് എപ്പോഴാണെന്നറിയാമോ, നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് KSRTC ബസ് പോകുന്ന കണ്ടിട്ടുണ്ടോ? ഈ KSRTC ബസ്സിൻ്റെ എല്ലാത്തിൻ്റെയും പുറകിലും സൈഡിലും ഒക്കെ ആയിട്ട് ഇപ്പോൾ നിങ്ങൾ കാണുന്നൊരു സാധനമുണ്ട്, വികസനത്തിൻ്റെ 10 വർഷം, ആരോഗ്യരംഗം മികച്ചതായ 10 വർഷം, അഴിമതിയില്ലാത്ത 10 വർഷം. ഈ പരസ്യങ്ങളൊക്കെ ഭയങ്കര കാര്യമായിട്ട് ചെയ്യുന്നുണ്ട്. മാലിന്യ വിമുക്ത 10 വർഷം. എൻ്റെ പൊന്നോ, എന്തെന്നാണ് എണ്ണി പറഞ്ഞാൽ ഓരോ കുറ്റവും കുറവും ഓരോ ജനങ്ങൾ 5 വയസ്സ് 5-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചു വരെ പറയും നിങ്ങളുടെ അതിനകത്ത് വികസനത്തിനകത്ത് പോരായ്മയും ഭരണത്തിലെ പോരായ്മയും. അതിപ്പോൾ കമ്മ്യൂണിസ്റ്റ് അല്ല കോൺഗ്രസ് ആണെങ്കിലും നിങ്ങളുടെ ഭരണകാലത്തും ഇതൊക്കെ തന്നെയായിരുന്നു. ഞാൻ പറയുന്നത്, നിങ്ങൾ ചെയ്ത് കറക്റ്റ് ചെയ്തിട്ട് മികച്ചതാണെന്ന് പറഞ്ഞു കുഴപ്പമില്ല. കഴിഞ്ഞ പ്രാവശ്യം ഒരു ഹോസ്പിറ്റലിൻ്റെ ബിൽഡിങ് തകർന്നു വീണ് ഒരു ചേച്ചി മരിച്ചു.
ഇവിടെ ആരോഗ്യമന്ത്രി ആ പറയുന്ന പത്രക്കാർക്ക് എന്താ പറയുക ബൈറ്റ് കൊടുക്കുന്ന സമയം ഉണ്ടെങ്കിൽ അവിടെ എന്തെങ്കിലും അപകടത്തിനകത്ത് ആരെങ്കിലും പെട്ടിട്ടുണ്ടോ എന്ന് രക്ഷാപ്രവർത്തകർക്ക് നിർദ്ദേശം കൊടുത്ത് അവിടെ നോക്കാൻ പറഞ്ഞിരുന്നെങ്കിൽ ആ ജീവൻ ചിലപ്പോൾ രക്ഷപ്പെട്ടേനെ. ഏറ്റവും വലിയ രസം എന്ന് വെച്ചാൽ ആരോഗ്യമന്ത്രിക്ക് ആരോഗ്യവകുപ്പ് മികച്ചതാണെന്ന് പറയാൻ റോളുണ്ട്. പക്ഷേ ആരോഗ്യമന്ത്രിക്ക് ആരോഗ്യവകുപ്പിലുള്ള ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് ഒരു ഉത്തരവാദിത്വവുമില്ല. അതായത് നല്ല കാര്യങ്ങളാണെങ്കിൽ അവരെ ഏറ്റെടുക്കും ആ ഗർഭം, അല്ലെങ്കിൽ ഏറ്റെടുക്കില്ല. അപ്പോൾ ശസ്ത്രക്രിയ ചെയ്തത് ഞാനല്ല, അത് മന്ത്രിയല്ല, അത് ഡോക്ടറാണ്. അപ്പോൾ കുറ്റം ഡോക്ടറിനായി. എല്ലാവരും ആവർത്തിച്ച് പറയുന്നു ഇവിടുത്തെ സിസ്റ്റം ശരിയല്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും സത്യം ഉണ്ടാവും. ആ സത്യം മനസ്സിലാക്കിക്കൊണ്ട് അത് തിരുത്താനുള്ള ബോധം വരുന്ന ഗവൺമെൻറ്റിനോ അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള ഗവൺമെൻറ് തന്നെയാണ് ഇനിയും വരുന്നതെങ്കിൽ അത് മാറ്റാൻ ശ്രമിക്കുന്നതിന് പകരം കള്ളത്തരങ്ങൾ പറഞ്ഞുകൊണ്ട് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വിചാരിച്ചാൽ നടക്കില്ല. എന്തായാലും നിങ്ങൾ എത്ര നല്ല മികച്ചതാണെന്ന് പറഞ്ഞാലും എണ്ണി പറയാൻ ഇനിയുമുണ്ട്. ആവശ്യത്തിന് ബെഡ് സ്പേസ് ഇല്ല, ബെഡില്ല, മെഡിക്കൽ എക്യുപ്മെൻറ്റ്സ് ഇല്ല. അത് നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ഡോക്ടേഴ്സ് തന്നെ പറഞ്ഞതാണല്ലോ, അതിൻ്റെ ചീഫ് തന്നെ പറഞ്ഞതാണ് മെഡിക്കൽ രംഗത്ത് ആവശ്യമായ ഉപകരണങ്ങളില്ല എന്നുള്ളത്. അപ്പോൾ ഇത്രയും സാധനങ്ങൾ ഇല്ല, മതിയായ എന്താ പറയുക ഡോക്ടേഴ്സ് ഇല്ല, മരുന്നില്ല, അങ്ങനെ എല്ലാ സാധനങ്ങളും ഇല്ലാതിരിക്കുന്ന രംഗത്ത് ആരോഗ്യരംഗം എന്താ പറയുക ആരോഗ്യരംഗം മികച്ചതാണ് എന്ന് പറയുന്നത് ഒരു കാര്യമില്ല.